ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്വാഷാണ് കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് തിന്നാൻ പറ്റില്ല. തിന്ന് കഴിഞ്ഞാൽ വേഗം തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ പെട്ടെന്ന് കഴിക്കാനും പറ്റില്ല, എന്നാൽ നാശമായി പോവുകയും ചെയ്യരുത്. അപ്പോൾ എന്നാൽ നമുക്ക് കുറച്ച് സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് 2 ആഴ്ചൻ്റെ മേലായിട്ടുണ്ട് കേട്ടോ. മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് 2ആയിട്ട് കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം പാഷൻ ഫ്രൂട്ടൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ നാശമാക്കണ്ട വെച്ചിട്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നമുക്കതിൻ്റെ പൾപ്പൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ജാം, അച്ചാർ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സ്ക്വാഷാണ്. അപ്പോൾ ഇതിൻ്റെ പൾപ്പൊക്കെ ഇതിൽ കുറേ പാഷൻ ഫ്രൂട്ട് ഉള്ളതിൽ ഒരെണ്ണം ഉള്ളൂ കേട്ടോ നാശമായി പോയിട്ട്. ബാക്കിയൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും വ്യൂസും സബ്സ്ക്രൈബും കൂടിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യൂവും ഒന്നും കാണാത്തതുകൊണ്ട് നമുക്ക് പിറ്റത്തെ ദിവസം വീഡിയോ ഇടാനേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു പാത്രം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊന്നും ഉടഞ്ഞു പോവാതെ കറക്കിയെടുക്കണേ. അപ്പോൾ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുവൊന്നും പൊട്ടിപ്പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ല നൈസായിട്ടുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വലിയ അരിപ്പയിലൊക്കെ അരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം കിട്ടും കേട്ടോ. അപ്പോൾ കുരു ചെറുതായിട്ട് പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ അരിപ്പയിൽ അരിക്കുമ്പോൾ അത് താഴേക്ക് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ അരിപ്പയിൽ അരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ഷമ വേണം കേട്ടോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചെറിയ ഉൾസായതുകൊണ്ട് പെട്ടെന്ന് ജ്യൂസ് താഴേക്ക് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമ വേണം ഈ പണിയെടുക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ജ്യൂസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അളവ് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസും പിന്നെ ഒരു 3/4 ഗ്ലാസും കൂടിയാണ് കേട്ടോ ജ്യൂസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ അളവിൽ തന്നെ പിന്നെ നമുക്ക് പഞ്ചസാര 2 കപ്പ് എടുക്കണം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിനല്ല കേട്ടോ. ഒരു ഗ്ലാസ് ജ്യൂസാണെങ്കിൽ ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ 3/4 ഗ്ലാസ് ജ്യൂസ് വേറെ ഉള്ളതിന് ഇതേപോലെ 3/4 ഗ്ലാസ് 2 ഗ്ലാസ് പഞ്ചസാരയും അതേപോലെ 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോഴുള്ളൂ നമുക്ക് സ്ക്വാഷ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ പഞ്ചസാര അളന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഉരുക്കുന്ന ടൈമിൽ നമുക്ക് ഒരു ചെറുനാരങ്ങ കുറച്ച് ചെറിയൊരു പീസ് നമുക്ക് ഇതിലേക്ക് നീരൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലൊന്ന് അടി പിടിക്കാതെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസ് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വേഗം അടി പിടിച്ച് പോവും. അപ്പോൾ ബാക്കിയുള്ള ചെറുനാരങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ജ്യൂസ് നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞതുകൊണ്ട് നല്ല ഓറഞ്ച് ജ്യൂസിൻ്റെ അതേ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് വറ്റിയതിന് ശേഷം നമ്മുടെ
പഞ്ചസാര പാനിയിലേക്ക് ഇത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കണേ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ കളർ അങ്ങനെ നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നല്ല ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇപ്പോൾ നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അരിപ്പയിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നമ്മൾ എടുത്ത് വെക്കാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല കോട്ടൺ തുണി വെച്ച് നല്ല തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ തുള്ളി വെള്ളം ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുനാരങ്ങ പിഴിഞ്ഞ കുരു പഞ്ചസാരയിൽ എന്തെങ്കിലും കരടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 ലിറ്ററിൻ്റെ മേലെ സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെയൊന്ന് നല്ലൊരു ബോട്ടിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല മധുരമുള്ളത് കാരണം നമുക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജഗ്ഗൊക്കെ നല്ല തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ബോട്ടിൽ നിറയെ സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും അതിലേക്ക് ഒഴിച്ചിട്ടും നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. കുറച്ച് ജ്യൂസ് കലക്കി നോക്കാം. അപ്പം ഞാൻ ഈ കയ്യിൽ 2 കയ്യിലാണ് കേട്ടോ സ്ക്വാഷ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മധുരം എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനൊരു ഡിസൈന് വേണ്ടിയിട്ട് ഗ്ലാസ് പഞ്ചസാരയിലൊന്ന് മുക്കിയിട്ടിട്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഡിസൈനൊക്കെ ആക്കി നമുക്ക് ജ്യൂസൊക്കെ ഒന്ന് കുടിച്ച് നോക്കാമല്ലോ. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊന്ന് ഇളക്കിയപ്പോൾ ലൈറ്റ് മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുടിച്ച് നോക്കുമ്പോൾ മധുരം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചെടുത്താൽ മതി. ഇത് ഇപ്പോൾ പാകത്തിനുള്ള മധുരമാണ് നമുക്ക് കേട്ടോ. അപ്പോൾ ആ ചെറുനാരങ്ങേൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ജ്യൂസ്. അപ്പോൾ നിങ്ങളും പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറയണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.